ഹായ് ഓൾ, എക്സിടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ ഒരു റൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു അറബിക് റൈസ് ആണ്, മജ്ബൂസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈസിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്, 500 ഗ്രാം. പിന്നെ ഉള്ളി 3 വലിയുള്ളിയും പിന്നെ 2 മീഡിയം സൈസിലുള്ളൊരു തക്കാളിയാണ്. പിന്നെ ഇതാ 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ജിഞ്ചറാണ്. പിന്നെ സ്പൈസസ് നിങ്ങൾക്ക് കാണാം, ബേ ലീഫ് ഉണ്ട്, കുരുമുളക് ഉണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ചെറിയ ജീരകം, പിന്നെ നമ്മളുടെ ഈ മസാല ഉണ്ടല്ലോ, മജ്ബൂസിന്റെ മസാല. 1.5 കപ്പ് അരിയാണ്, ബസ്മതി റൈസാണ് ഞാൻ ഇതിലേക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരി ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും പാനിലേക്ക് ഇട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു സ്പൈസിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്, നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിക്ക് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തക്കാളി പേസ്റ്റാണ്. അപ്പോൾ 2 മീഡിയം സൈസ് തക്കാളി നമ്മൾ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മജ്ബൂസിൻ്റെ മസാലയാണ് കേട്ടോ. അത് മജ്ബൂസ് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുള്ളവർ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അറബിക് മസാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കിട്ടും, ഏതായാലും വേണ്ടിയില്ല. ഇത് തന്നെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെൽ മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നേരം ഒന്നിങ്ങനെ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു പെയിൽ യെല്ലോ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ചിക്കൻ വേവാനായിട്ടാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കാവാനായിട്ട്, നല്ല ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ നടുവേ കീറിയിട്ടുള്ള 2 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ചിക്കനെ മാത്രം ഒന്ന് മാറ്റിയെടുക്കാം. മുഴുവൻ ചിക്കനും മാറ്റിയെടുത്തിട്ട് ഗ്രേവി നോക്കുക. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രേവി നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അളന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ അളവിൽ കറക്റ്റ് വെള്ളം അതിൽ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ചിക്കൻ മൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മജ്ബൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.